ഹായ് ഹലോ, ഇന്നും നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടൊന്ന് ബേസ് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളർ പെയിൻറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളൊരു വേറൊരു ഡിസൈൻ ചെയ്തിട്ടൊരു ബോട്ടിലിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ക്രിസ്മസ് തീമിലേക്ക് മാച്ച് ആവുന്ന ടൈപ്പ് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂവോ ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള കളേഴ്സൊക്കെ നമുക്ക് പേസ്റ്റ് കോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ഫിംഗർ വെച്ചിട്ട് ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സെയിം ആ ഒരു ഫിംഗർ തന്നെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ചെറിയൊരു ഡോട്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് കുറച്ച് വലിയ റൗണ്ട്, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചെറുത്. അപ്പോൾ അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുത്തു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ, നമ്മളൊരു സ്നോമാൻ്റെ ഒരു ഡിസൈൻ ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സ്നോമാൻ്റെ ഒരു ബോഡി താഴെ ഭാഗത്ത്, പിന്നെ അതിൻ്റെ മേലെ ആ ഒരു ഹെഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെറിയ ഒരു ഡോട്ടായിട്ട് മേലെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ട ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ക്രീംസൺ റെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്നോമാൻ്റെ ആ ഒരു മൂക്കുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്നോമാൻ്റെ ഒരു ഷോൾ ഉണ്ടല്ലോ, അത് റെഡ് കളറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടെ നമ്മൾ വരച്ചു കൊടുത്തു. അപ്പോൾ സ്നോമാൻ്റെ ഒരു ഡിസൈനൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു സ്നോമാൻ്റെ ഒരു വൂളൻ്റെ ഒരു ക്യാപ്പും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് കൊടുക്കാം. എല്ലാം റെഡ് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാനായിട്ട് പല കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിന്നെയുള്ള സ്നോമാന് ഞാനൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്, ക്രോം യെല്ലോ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്നോമാൻ ഇതുപോലെ ഷോളും പിന്നെ ആ ഒരു ക്യാപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഗ്രീൻ ടർക്കിഷ് ഗ്രീനാണ്, ആ ഒരു ഗ്രീൻ കളർ എടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു വൂളൻ ക്യാപ്പും വൂളൻ്റെ ആ ഒരു ഷോളൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ലൈൻസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. റെഡും വൈറ്റും അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡാർക്ക് ബ്ലൂ വൈറ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ചെറിയൊരു സ്നോമാൻ ആയതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പം തിന്നായിട്ടുള്ള ലൈൻസ് വരയ്ക്കുമ്പോൾ നീറ്റായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഷോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഷോളിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ടൊരു ചെണ്ടിനെ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തേ. പിന്നെ നമ്മളിവിടെ ബ്ലാക്ക് കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്നോമാന് കണ്ണ് പിന്നെ അതുപോലെ വായ വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആ സ്നോമാൻ്റെ ബോഡിക്ക് വലിയ ബട്ടൺസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാത്തിനും ആ ഒരു ബട്ടൺസ് ബ്ലാക്ക് കളർ വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. ചില സ്നോമാൻ്റെ ഒക്കെ ഞാൻ റെഡ് കളർ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൊതുവേ എപ്പോഴും ബ്ലാക്കാണ് ചെയ്യാറ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പം നല്ലൊരു ഭംഗിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്നോമാന് കൈയൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളറാണ്, ബേൺ ചെയ്യാനുണ്ടല്ലോ, ആ ഒരു കളർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ കമ്പ് പോലെ ഇങ്ങനെ ബ്രാഞ്ചസ് ഉള്ള പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് അല്ലാതെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രൗൺ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ഒരു വൂളൻ്റെ ഗ്ലൗസ് ഇട്ടുള്ള പോലെ ആട്ടോ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്നോമാന്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ക്യാപ്പിന് ഷോളിനൊക്കെ ഏത് കളറാണ് ആ ഒരു കളർ പോലെ നമ്മളൊന്ന് ജസ്റ്റ് ആ ഒരു കൈയുടെ അവിടെ ഇങ്ങനെ ഗ്ലൗസ് ഇട്ട പോലെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കളർ തീം അനുസരിച്ച് ഗ്രീനും റെഡും യെല്ലോയും ആ ഒരു 3 കളറായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ആ ഒരു സ്നോമാൻ്റെ ക്യാപ്പിലൊക്കെ ഇങ്ങനെ ചെറിയൊരു ബോർഡർ പോലെയൊക്കെ എടുത്തു. റെഡ് എടുത്തിട്ട് യെല്ലോനൊരു ബോർഡർ പോലെ, പിന്നെ ആ ഒരു ക്യാപ്പിൻ്റെ മേലെ ഇങ്ങനെ ഒരു കുഞ്ഞു ബോൾ പോലെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഗ്ലൗസ് ഇട്ട് കൊടുത്തല്ലോ, ആ ഗ്ലൗസിന് നമ്മൾ വൈറ്റ് വെച്ചിട്ടൊന്ന് ബോർഡർ കൊടുത്തു. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. എല്ലാത്തിനും ഞാൻ വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്നോമാനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കില്ല, അപ്പോൾ ഞാനൊരു സ്നോയി ഒരു ക്രിസ്മസ് എഫക്റ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ ഫിംഗർ പെയിൻറ്റിങ് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാം കൂടെ അത്രക്കൊരു ഭംഗിയില്ല, മൊത്തത്തിൽ ഇങ്ങനെ ഡിസൈൻ ആയ പോലെ. പിന്നെ ഞാൻ അതൊക്കെ ബ്ലൂ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് സ്നോ ഫ്ലേക്സ് വരച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ സ്നോമാനെ അട്രാക്ട് ചെയ്തെടുത്ത് കാണുകയും ചെയ്യും. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസിൻ്റെ ഒരു ഡെക്കറേഷൻ പോലെ ഒരു സ്നോ ഫ്ലേക്സ് കാണുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ടൊരു സാന്താക്ലോസിൻ്റെ ഒരു ബോട്ടിലായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.